അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്തേക്ക് വന്നേക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് പാടാണ്. പാടത്തിന് അതിലെയാണ് ഞങ്ങൾക്കിടെ വഴി വന്നത്. വഴി ഫ്രണ്ടിലുണ്ട്. ഇതാവുമ്പോൾ എളുപ്പമുണ്ട് നടന്ന്. അവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതും മദ്രസകളും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ എളുപ്പമുണ്ട്. ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര കറക്കം വരും. ഇത് ഇന്നലെ ഉച്ച മുതൽക്ക് നല്ല മഴയായിരുന്നു. രാത്രി ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് തോടൊക്കെ നല്ല വെള്ളമായി. അപ്പോൾ വീടിൻ്റെ തീറായിട്ടാണ് വീട് പണിതേക്കുന്നത്. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഉമ്മച്ചിക്ക് 3 സെൻറ്റ് സ്ഥലം സെക്കാത്ത് കൊടുത്തതാണ്. അതിനകത്ത് പഞ്ചായത്തിൻ്റെ ലൈഫ് മിഷനിൽ പെര കിട്ടിയതാണ്. അപ്പോൾ ഇത് കിണർ 2 കിണറുണ്ട്. ഒരെണ്ണം സ്കൂളുകളിലേക്ക് വെള്ളം അടിക്കുന്നതാണ്. പാടായതുകൊണ്ട് എപ്പോഴും വെള്ളം ഉണ്ടാവുമല്ലോ, വെള്ളം വറ്റൊന്നുമില്ല. ഉമ്മച്ചി ഇവിടെയാണ് മോട്ടർ വെച്ചേക്കണത്. അപ്പം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മുന്നോട്ട് വരിക. കുറേ നാളൊക്കെ ആയി ഉമ്മച്ചിയൊക്കെ സ്ഥലമൊന്നുമില്ലാതെ പഞ്ചായത്തിൽ അപേക്ഷയ്ക്കും വെച്ച് നടപ്പൊടുങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 3 സെൻറ്റ് സ്ഥലം കിട്ടിയപ്പോൾ അത് വളരെ ഹയറായിരുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്ന വീടൊക്കെ അതുപോലെ കൊടുത്തതാണ്. പാവങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്നാൽ ഒരു മാതൃകയാവും മറ്റുള്ളവർക്ക്. ഇതിപ്പോൾ ഉമ്മച്ചി കുറച്ച് മുറ്റമുണ്ട് സൈഡിലായിട്ട്. അതിനകത്ത് എല്ലാം നട്ടിട്ടുണ്ട്. മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ചേമ്പ്, ചേന, കാച്ചിൽ, പാവലം, പയർ എല്ലാം നട്ടിട്ടുണ്ട്. ചെടികളും ഇതുപോലെ ചട്ടിയിലാക്കി. കുറച്ച് മുറ്റമുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് വന്ന വഴി. അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം. വീട് ഒരറ്റത്താണ്. നമുക്ക് എല്ലാവർക്കും സൗകര്യത്തിന് അറ്റം ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ സൈഡൊക്കെ കുറച്ച് മുറ്റമൊക്കെ ഉണ്ട്. അത് മതി, അൽഹംദുലില്ലാ, അത്ര നമുക്ക് കിട്ടി. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കയറി വന്നത് ഒരു ഹാളാണ്. ആ ഹാളിൽ നമ്മൾ ടേബിളും കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഹാളാണ്. നമുക്ക് 3 സെൻറ്റിൽ എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ പറ്റുമെന്ന് അറിയാമല്ലോ. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നമുക്കങ്ങാണ്ട് 360 സ്ക്വയർ ഫീറ്റ്, ആദ്യം 410 എന്ന് ഞാൻ ഓർക്കണില്ല, അങ്ങനെ പണിയാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഒരു റൂം, 2 റൂമും ഒരു ഹാള്, 2 അടുക്കളയൊക്കെ ഉണ്ട്. 2 അടുക്കളയ്ക്ക് നമ്മൾ സൗകര്യം കൂട്ടിയെടുത്തതാണ്. പിന്നെ എല്ലാ സൗകര്യത്തോടു കൂടി ചെയ്തു. നമ്മൾ ഷോക്കേഴ്സും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു. അടുത്ത റൂമിലും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് നമ്മൾ പണിതിരിക്കുന്നത്. ഉമ്മച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ഒറ്റ മോളാണ്. അപ്പം ഉമ്മച്ചിയുടേതായ ഒരു സ്വത്ത് ഉമ്മച്ചിക്ക് ഉണ്ട് എന്ന് പറയാം. വളരെ സന്തോഷമായിരുന്നു അന്നേരം. ഇപ്പോൾ ഒരു 6 വർഷമായി ഞങ്ങൾക്കിത് കിട്ടിയിട്ട്. ഇതൊരു ബാത്റൂമാണ് അകത്തുള്ള. പിന്നീട് നമുക്ക് അകത്തൊരു അടുക്കള ഉണ്ടായിരുന്നു. ഇതാണ് അടുക്കള. നമ്മൾ ഉപയോഗിക്കാനുള്ള കേട്ടോ. ഇത് പഞ്ചായത്തിൻ്റെ രീതിയിൽ ഇത്രയും വരെ നമ്മൾ പണിത് നിർത്തി. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ അവർക്കിടെ എല്ലാ സ്ക്വയർ ഫീറ്റൊക്കെ അളന്ന് കഴിഞ്ഞിട്ടായിരുന്നു കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് ബാക്കിയുള്ള സ്ഥലം ഇങ്ങനെ ചുറ്റും ഉള്ള സ്ഥലം ഞങ്ങളങ്ങോട്ട് കൂട്ടിയെടുത്ത് അടുക്കള ഫുള്ളാക്കി അങ്ങോട്ട് എടുത്തു. എല്ലാം മൊത്തത്തിൽ അടുക്കളയാക്കി എടുത്തു. അപ്പോൾ ഗ്യാസ് അടുപ്പും മൊത്തത്തിൽ ഇവിടെ തന്നെയാണ് പാചകവും കാര്യങ്ങളൊക്കെ. എപ്പോഴും എല്ലാവരും അടുക്കളയിൽ തന്നെയായിരിക്കും. നല്ല സൗകര്യത്തിലായതുകൊണ്ട് ഇവിടുന്ന് ഒരു ഗ്രില്ല് വച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോട്ടറൊക്കെ ഇരിക്കുന്നത് ആ കിണറ്റിലാണ്. പിന്നീട് ഇങ്ങനെ പോകുമ്പോൾ പുറത്തേക്കും ഒരു ഗ്രില്ലാണ് ഇവിടെ ബാക്കിലും വച്ചേക്കണത്. ഗ്രില്ലിട്ടൊരു വാതിൽ. ഇത് ഷീറ്റ് അങ്ങോട്ട് മേഞ്ഞു. മൊത്തത്തിൽ അങ്ങോട്ട് സ്ഥലം എടുത്തിട്ട് ഷീറ്റ് അങ്ങോട്ട് മേഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല സൗകര്യം കിട്ടി. അപ്പോൾ പിന്നെ ബാക്കിൽ വിറകും കാര്യങ്ങളും അടുപ്പും തറയൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ പുറമേ നിന്നുള്ളൊരു ബാത്റൂമാണിത്. അലക്കല്ലും കാര്യങ്ങളും അതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അമ്മിത്തറയുണ്ട്. ഇത് ഇത്രയൊക്കെ സൗകര്യത്തോടു കൂടി നമുക്കൊരു വീട് കിട്ടി. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.